അമ്മായിയമ്മ പോരില്ലാതാക്കാനുള്ള സൂത്രം. മീനയും അമ്മായിയമ്മ ഭാരതിയമ്മയും തമ്മിൽ എപ്പോഴും ഉരസലായിരുന്നു. മീന എന്ത് ചെയ്താലും ഭാരതിയമ്മയ്ക്ക് അതിൽ കുറ്റം കണ്ടുപിടിക്കണം. ഉപ്പ് കൂടിയെന്നും വൃത്തി പോരെന്നും എന്തിന് ചിരിക്കുന്നതിന് പോലും ഭാരതിയമ്മ പരിഹാസം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. സമാധാനം നഷ്ടപ്പെട്ട മീന ഒടുവിൽ ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. അമ്മായിയമ്മയെ എന്നേക്കുമായി ഒതുക്കാൻ വല്ല വഴിയുണ്ടോ വൈദ്യരെ? വൈദ്യർ ചിരിച്ചുകൊണ്ട് ഒരു കുപ്പിമരുന്ന് കൊടുത്തു. എന്നിട്ട് രഹസ്യമായി പറഞ്ഞു, ഇതൊരു വിചിത്രമായ മരുന്നാണ്. ഇത് കൊടുത്താൽ പെട്ടെന്നൊന്നും സംഭവിക്കില്ല. പക്ഷേ പതിയെ പതിയെ നിന്റെ അമ്മായിയമ്മ ശാന്തയാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മരുന്ന് ഫലിക്കണമെങ്കിൽ നീ അടുത്ത 3 മാസം അമ്മായിയമ്മയോട് ലോകത്തെ ഏറ്റവും സ്നേഹമുള്ള മരുമകളായി പെരുമാറണം. അവർ എന്ത് ചീത്ത പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് സഹിക്കണം. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എങ്കിലേ ഈ മരുന്ന് അവരുടെ ശരീരത്തിൽ പിടിക്കൂ. അമ്മായിയമ്മയെ ഒതുക്കാൻ ഏത് വഴി സ്വീകരിക്കാനും മീന തയ്യാറായിരുന്നു. അതിനാൽ ഇതിലും നല്ല വഴിയില്ലെന്ന് കരുതി മീന ആവേശത്തോടെ വീട്ടിലെത്തി. അടുത്ത ദിവസം മുതൽ മീനയുടെ സ്വഭാവം ആകെ മാറി. ഭാരതിയമ്മ എന്തു വഴക്കുണ്ടാക്കിയാലും മീന ചിരിച്ചുകൊണ്ട് ശരി അമ്മേ, ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറയും. ദിവസവും ഭാരതിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവൾ ഉണ്ടാക്കി നൽകി. ആഹാരത്തിൽ വൈദ്യം കൊടുത്ത മരുന്ന് കൃത്യമായി തുള്ളിയായി ചേർത്തു. ഭാരതിയമ്മയുടെ കാല് തിരുമ്മി കൊടുക്കാനും തുണി അലക്കി കൊടുക്കാനും മീനയ്ക്ക് വലിയ ഉത്സാഹമായി. മാസങ്ങൾ കഴിഞ്ഞുപോയി. ഭാരതിയമ്മയുടെ ഉള്ളമലിഞ്ഞു. തന്നെ ഇത്രയധികം സ്നേഹിച്ച ഒരു മരുമകളെയാണല്ലോ താൻ ഇതുവരെ വെറുതെ ഉപദ്രവിച്ചതെന്നോർത്ത് അവർക്ക് കുറ്റബോധം തോന്നി തുടങ്ങി. അവർ മീനയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങി. നാട്ടുകാരോടും ബന്ധുക്കളോടും മീനയെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. 3 മാസം തികയാറായപ്പോൾ മീന ഓടിച്ചെന്ന് നാട്ടുവൈദ്യനെ കണ്ടു പറഞ്ഞു, അയ്യോ വൈദ്യരെ, എനിക്കെൻ്റെ അമ്മായിയമ്മയെ കൊല്ലണ്ട. ഇപ്പം അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വിഷത്തിൻ്റെ ഫലം മാറ്റാൻ വല്ല വഴിയുണ്ടോ? വൈദ്യൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നിനക്ക് ഞാൻ തന്നത് വെറും പഞ്ചസാര ലായനിയായിരുന്നു. നിന്റെ പെരുമാറ്റം മാറ്റിയപ്പോൾ അവരുടെ മനസ്സിലെ വിഷം താനേ ഇല്ലാതായി. അതാണ് നീ അവർക്ക് നൽകിയ യഥാർത്ഥ മരുന്ന്. മീനയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ ആ വീട്ടിൽ പോരില്ല, പകരം സ്നേഹം മാത്രം. ചിലപ്പോൾ സ്നേഹം കൊണ്ടുള്ള പണിയാണ് ഏറ്റവും വലിയ ആയുധം.